എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അനുമ മിസ്സും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. മക്കളെ, ഇന്ന് മിസ് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ തോന്നാവുന്ന ഒരു ഭാഗവുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ബേസിക് സയൻസിൽ പഠിക്കാനുള്ള ചാപ്റ്റർ ആണല്ലോ വാട്ടർ ആൻഡ് ലൈഫ്, ജലം നിത്യജീവിതത്തിൽ. ഇതിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ അല്ലെ നമ്മൾ എന്തിനാണ് വാട്ടർ ഉപയോഗിക്കുന്നത്, വാട്ടർ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സയൻസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കി തരാനാണ് കേട്ടോ മിസ് വന്നിരിക്കുന്നത്. അതിനു മുന്നേ നമുക്കൊന്ന് റിഫ്രഷിംഗ് ആയിട്ട് തുടങ്ങിയാലോ? ഇവിടെ മിസ് ഒരാളെ കാണിച്ചു തരാറുണ്ട് അല്ലെ. എന്താണിത്? സോഡ കാണുന്നുണ്ട്, നിങ്ങൾ കൊക്കക്കോള കാണുന്നുണ്ട് അല്ലെ, ഫണ്ട കാണുന്നുണ്ട്. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് അല്ലെ. പക്ഷെ ഇതിൽ പല ആളുകളും നമ്മുടെ ഹെൽത്തിന് ഒരല്പം മോശമാണ്, പ്രത്യേകിച്ച് ഈ കൊക്കക്കോളയൊക്കെ. എന്നാലും നമ്മുടെ ഈ പറയുന്ന ദാഹമുള്ള സമയത്ത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സോഫ്റ്റ് ഡ്രിങ്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് സോഡയെ വെച്ചൊന്ന് പഠിക്കാം. ഈ സോഡ എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് സോഡ എന്നുള്ളത്? നമ്മൾ വെള്ളത്തിന്റെ അകത്ത് അല്ലെ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോഡ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ സോഡ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു തരിപ്പൊക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് റിഫ്രഷ് ആയ പോലെ തോന്നും. അപ്പൊ സോഡ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെന്റ്, എന്താണ് സൊല്യൂഷൻ, ലീനം, ലായകം, ലായനി, ഇതൊക്കെ എന്താണെന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലോ? എപ്പോഴും ബൈഹാർട്ട് തോന്നുന്ന ഒരു ഭാഗമാണ്. പല ആളുകൾ അല്ലെ ഭയങ്കരമായിട്ട് ബൈഹാർട്ട് ചെയ്ത് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇത് പഠിക്കേണ്ടത്. നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഇത് ആലോചിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ മാറിപ്പോവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ ഒരിക്കലും ബൈഹാർട്ട് ആക്കി നിങ്ങൾ ഇത് എന്ത് ചെയ്യരുത്, പഠിക്കരുത്. പകരം ചിന്തിച്ചു നോക്കുക, എന്നിട്ട് ഇത് പഠിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഉദാഹരണം തന്നെ എടുക്കാം അല്ലെ. അപ്പൊ നോക്കിക്കോ, സോഡ വാട്ടർ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. The bubbles are caused by the release of carbon dioxide gas when soda bottle is opened. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അല്ലെ. ഈ സോഡ എന്താ ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ നല്ല പ്രഷർ ഉപയോഗിച്ചിട്ട് ലയിപ്പിക്കുമ്പോഴാണ് നമുക്ക് സോഡ കിട്ടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ നമുക്ക് സോഡ കിട്ടുന്നു. അപ്പൊ ഈ സോഡയിലുള്ള കുമിളകൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പതപത പോലെ വരുന്ന കാണാലോ, ആ ബബിൾസ്, അത് ആക്ച്വലി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ സോഡ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിനകത്ത് നമ്മൾ ആരെ ചേർത്തു? കാർബൺ ഡൈ ഓക്സൈഡിനെ. അപ്പൊ വെള്ളം എന്ന് പറയുന്ന ആളാണ് ഇവിടെ ലായകം അഥവാ നമ്മുടെ സോൾവെന്റ്. മറക്കരുത്. കാരണം എന്താണ്? കുറേ ഉള്ളത് എന്താണ്? വെള്ളമാണ്. അപ്പൊ ആരാണോ കൂടിയ അളവിലുള്ളത് അതാണ് നമ്മുടെ ലായകം. ഇനി അതിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തോടാ? കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചു അല്ലെ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് ടീച്ചർ ഇവിടെ CO2 എന്ന് എഴുതാം. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, CO2 എന്ന് പറയുന്ന ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂട്ടുകാരെ ഇവിടുത്തെ ലീനം അഥവാ സൊല്യൂട്ട് എന്ന് പറയുന്നത്. കാരണം എന്താ? കുറഞ്ഞ അളവിൽ അല്ലെ, ലായകത്തിനകത്തേക്ക് നമ്മൾ കുറഞ്ഞ അളവിൽ ചേർക്കുന്ന ആളാണ് ലീനം അഥവാ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോ നമുക്ക് ആരെ കിട്ടി? നമ്മുടെ സോഡ കിട്ടി അല്ലെ, സോഡ വാട്ടർ കിട്ടി. ഈ സോഡ വാട്ടർ ആണ് ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലെ. അപ്പൊ സോൾവെന്റ് അതായത് ലായകത്തിനകത്തേക്ക് സൊല്യൂട്ട് ആള് വളരെ കുറച്ച് അളവിലേ ഉള്ളൂ അല്ലെ. ലീനം ആഡ് ചെയ്തപ്പോ നമുക്ക് ആരെ കിട്ടി? ലായനി കിട്ടി. നമ്മൾ ഉപയോഗിക്കുന്ന കുറെ ആളുകളിൽ നമുക്ക് ഈ ഒരു കാര്യം കാണാൻ വേണ്ടി പറ്റും. നോക്കിക്കോ, ഇവിടെ ഇവിടെ നമുക്ക് കാപ്പിപ്പൊടി കാണുന്നുണ്ട്, പഞ്ചസാര കാണുന്നുണ്ട്, ഉപ്പ് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ വെള്ളത്തിന്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പാണ് ഇടുന്നെങ്കിൽ ഉപ്പ് വെള്ളം കിട്ടും അല്ലെ, പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര വെള്ളം കിട്ടും. നമ്മൾ ഇനിയിപ്പോ ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ വെള്ളത്തിന്റെ അകത്തേക്ക് ആ പൊടി ഇട്ട് കഴിഞ്ഞാൽ അയാളെ കിട്ടും അല്ലെ. അപ്പൊ ഇടുന്ന പൊടികളൊക്കെ എന്താണ്? സൊല്യൂട്ടുകളാണ്. അവയൊക്കെ കൂടിയ എമൗണ്ട് ഉള്ള വാട്ടറിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിന് നമ്മൾ സോൾവെന്റ് അഥവാ ലായകം എന്ന് വിളിക്കും. അവസാനം നമുക്ക് ആ ലായനിയും കിട്ടും. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യരുതാ? കൺഫ്യൂഷൻ ആയി പോവണ്ട. നമുക്ക് എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെന്റ്, എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ പരസ്പരം മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പൊ ടീച്ചർ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ, പഞ്ചസാര വെള്ളം നമ്മൾ ഉണ്ടാക്കുന്നു. പഞ്ചസാരയ വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ടല്ലേ നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കുന്നത് അല്ലെ, ഷുഗർ സൊല്യൂഷൻ. സോ ദ ഷുഗർ, പഞ്ചസാരയാണ് നമ്മുടെ ഇവിടുത്തെ സൊല്യൂട്ട്.
ലായകം ഏതാണ്? വെള്ളാണ് അല്ലെ, വാട്ടർ ആണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നമുക്ക് പഞ്ചസാര ലായനി കിട്ടി, ഷുഗർ സൊല്യൂഷൻ കിട്ടി. ഇപ്പൊ ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ അല്ലെ? ഇനി നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യാ, നമ്മുടെ ചുറ്റുപാട് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉപ്പ് വെള്ളം, സിമ്പിൾ അല്ലേടാ. ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ടു, ഉപ്പ് വെള്ളം കിട്ടി അല്ലെ. ഉപ്പ് എന്ന ലീനം വെള്ളം എന്ന ലായകത്തിലേക്ക് ഇട്ടു, ഉപ്പ് ലായനി നമുക്ക് കിട്ടി. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളതും നിങ്ങൾക്ക് അറിയാവുന്നതുമായിട്ടുള്ളതോ കാര്യങ്ങളൊക്കെ അല്ലെ, എല്ലാ ലായനികളെയും അതിലെ ലീനം ഏതാണ്, അതിലെ ലായകം ഏതാണെന്നുള്ളത് നോക്കി വെക്കാം. അപ്പൊ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രത്യേകത കാണാം, വെള്ളം അല്ലെ, വെള്ളം കുറേ എണ്ണത്തിൽ ലായകമായിട്ട് വരുന്നത് കാണാം. അതുകൊണ്ടാണ് നമ്മൾ വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് അഥവാ സാർവിക ലായകം എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചോ? എങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അണ്ടിൽ ദെൻ ബൈ ബൈ.